ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ ഒരു അടിപൊളി അപ്ഡേറ്റ് എല്ലാം വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് എല്ലാം യൂസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം വർദ്ധിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഈ ഒരു അപ്ഡേറ്റ് എന്നും ഇത് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുക എന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ ഈ പ്രൊഫൈൽ ഐക്കണിൽ ടാപ്പ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇവിടെ വ്യൂ ചാനൽ എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പെൻസിൽ ഐക്കൺ എല്ലാം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെൻസിൽ ഐക്കണിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പുതിയൊരു ഓപ്ഷൻ എല്ലാം വന്നിരിക്കുന്നത് കാണാം. മൈ കമ്മ്യൂണിറ്റി എന്നൊരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഓഫായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു കാര്യം ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വ്യൂവേഴ്സിന്, അതായത് നമ്മുടെ ചാനൽ കാണുന്ന വ്യൂവേഴ്സിന് കൂടി പോസ്റ്റുകളെല്ലാം ഇടാൻ സാധിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്ന് നോക്കാം. ഇതിനായി ഞാൻ ഇവിടെ മൈ കമ്മ്യൂണിറ്റി എന്നത് ഇവിടെ ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം ഇത് ബാക്ക് ചെയ്തു. ഇനി വീണ്ടും നമുക്ക് ഇവിടെ ഈ ഒരു വിസിറ്റ് കമ്മ്യൂണിറ്റി എന്നൊരു ഓപ്ഷൻ താഴെ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് സെറ്റിംഗ് കൂടി ഇവിടെ ചെയ്തു വയ്ക്കാം. അതിനായി ഇവിടെ കമ്മ്യൂണിറ്റി സെറ്റിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കൊരു ഓപ്ഷൻ ലഭിക്കുന്നത് വ്യൂവർ പോസ്റ്റ് എന്നതാണ്. ഇത് നമ്മളിപ്പോൾ ഇവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് വ്യൂവേഴ്സിന് നമുക്ക് പോസ്റ്റുകളെല്ലാം ഇടാൻ സാധിക്കുന്ന ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ഓപ്ഷൻ ഹൂ ക്യാൻ പോസ്റ്റ്, ആർക്കാണ് നമുക്ക് ഇതുപോലെ ഈ ഒരു പോസ്റ്റ് എല്ലാം ഇടാൻ സാധിക്കുക. അതായത് സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് നമുക്ക് ഈ ഒരു നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലെല്ലാം തന്നെ പോസ്റ്റ് എല്ലാം ഇടാൻ സാധിക്കുക. എന്നാൽ എങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സിനാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത്? മിനിമം സബ്സ്ക്രിപ്ഷൻ ടൈം. അപ്പോൾ ഒരു ദിവസം മുമ്പേ സബ്സ്ക്രൈബ് ചെയ്തവർക്ക്, അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ദിവസമായവർക്കെല്ലാം തന്നെ ഇങ്ങനെ ഈ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് എല്ലാം യൂസ് ചെയ്യാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് 1 വീക്ക് എന്ന് കൊടുത്തു എന്ന് കരുതുക. അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരാഴ്ചയെങ്കിലും ആയിട്ടുള്ള അത്തരത്തിലുള്ള സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റുകളെല്ലാം ഇടാൻ സാധിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് റിലവൻ്റായി തോന്നുന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇത് സേവ് എന്ന് കൊടുക്കാം. ഇനി ഇപ്പോൾ നമുക്ക് ഇവിടെ എന്തെങ്കിലും കമ്മ്യൂണിറ്റി ടാബിൽ എന്തെങ്കിലും ഒരു പോസ്റ്റ് എല്ലാം ഇടണമെന്ന് കരുതുക. ഇവിടെ പോസ്റ്റ് എന്ന ഭാഗത്ത് ഹായ് ഹൗ ആർ യു എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇത് ജസ്റ്റ് പോസ്റ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇത് വ്യൂവർക്ക് എങ്ങനെയാണ് കാണുക, അതുപോലെ എങ്ങനെയാണ് വ്യൂവേഴ്സിന് അവർക്ക് അഡീഷണലായി ഇതിൽ പോസ്റ്റുകളെല്ലാം ആഡ് ചെയ്യാൻ സാധിക്കുക, ഇതെല്ലാം നമുക്ക് നോക്കാം. ഇതിനായി മറ്റൊരു അക്കൗണ്ടിൽ നിന്നും ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൻ്റെ പ്രൊഫൈലെല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ വിസിറ്റ് കമ്മ്യൂണിറ്റി എന്നതിൽ പോകുമ്പോഴാണ് ഇവിടെ ഇപ്പോൾ നേരത്തെ ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഹായ് ഹൗ ആർ യു എന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു വ്യൂവർക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അതിനുശേഷം ഇവിടെ മുകളിലായി വാട്ട്സ് ഓൺ യുവർ മൈൻഡ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വ്യൂവേഴ്സിന് എന്തെങ്കിലും ഇവിടെ പറയണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ഫോർ അറ്റ്ലീസ്റ്റ് 1 വീക്ക് എന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് ഇവിടെ പോസ്റ്റുകളെല്ലാം ഇടാൻ സാധിക്കുക. എൻ്റെ ഈ ഒരു അക്കൗണ്ട് ഇത് മറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങൾക്ക് പോസ്റ്റ് എല്ലാം ഇടുന്നത് എങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു നിർദ്ദേശമാണ് ലഭിക്കുക. അതുപോലെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് 1 വീക്ക് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമാണ് പോസ്റ്റ് എല്ലാം ചെയ്യാൻ സാധിക്കുക. അതിനാൽ തന്നെ ഇപ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം, ഇപ്പോൾ ഉദാഹരണമായി ഇവിടെ സബ്സ്ക്രൈബ് എന്ന് കൊടുത്തു. ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു ഓപ്ഷനെല്ലാം അവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ആർക്കെങ്കിലും നിങ്ങളുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റുകളെല്ലാം ഇടണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകളെല്ലാം ചോദിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിലെല്ലാം തന്നെ ഇവിടെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യണമെങ്കിൽ അവർ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായി നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ടുകളെല്ലാം ചോദിക്കണം എന്നുള്ളവർ അവർ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുവഴി നിങ്ങൾക്ക് നല്ല രീതിയിൽ സബ്സ്ക്രിപ്ഷൻ എല്ലാം ലഭിക്കുകയും ചെയ്യും. ഇതിൻ്റെ തന്നെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഇത് നമുക്ക് മാത്രമല്ല, ഇതുപോലെ പോസ്റ്റ് ഇടുന്ന മറ്റു ടീമിനും ഇതിൽ ബെനിഫിറ്റ് ഉണ്ട്. അവരുടെ ചാനലിൻ്റെ വിസിബിലിറ്റിയും ഇതുപോലെ പോസ്റ്റ് എല്ലാം ഇടുന്ന സമയത്ത് മറ്റുള്ളവർ അവരുടെ ചാനൽ കൂടി കാണാനും അവരുടെ ചാനലിൻ്റെ കമൻറ്റ് കാണുന്നതിനും അതിലേക്കും വ്യൂസ് പോകുന്നതിനും അതുപോലെ അവരുടെ ചാനലിലേക്കും പുതിയ സബ്സ്ക്രൈബേഴ്സ് എല്ലാം വരുന്നതിനും
ഈ ഒരു ഫീച്ചറെല്ലാം ഗുണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് 2 പേർക്കും ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണിത്. അതിനാൽ തന്നെയാണ് ഈ ഒരു ഫീച്ചർ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കണമെന്ന് പറയുന്നത്. എന്നാൽ ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ഫീച്ചർ ഇത് നിങ്ങൾ മിസ്യൂസ് ചെയ്യാതിരിക്കുക എന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. കാരണം ഈ ഒരു കമ്മ്യൂണിറ്റി ടാബിൽ എന്തെങ്കിലും റിലവൻ്റ് ആയ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അൺനെസസറി ആയി റിപ്പീറ്റായി ഒരുപാട് കാര്യങ്ങളെല്ലാം പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്രിയേറ്റർക്ക് നിങ്ങളെ ബ്ലോക്ക് ചെയ്യാനും ഇങ്ങനെയുള്ള ഫീച്ചറെല്ലാം ലഭിക്കുന്നതായിരിക്കും. പലപ്പോഴും ചില ആളുകൾ ഇത് മിസ്യൂസ് ചെയ്യാറെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ക്രിയേറ്റർ നിങ്ങളെ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ പോസ്റ്റ് റിമൂവ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ലഭിക്കുകയും ചെയ്യും. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്